പത്തനംതിട്ട നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ നിർണായകമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഹോസ്റ്റൽ മുറിയിൽ അമ്മു എഴുതി വെച്ചിരുന്ന കുറിപ്പ് ഇപ്പോൾ കുടുംബം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഹോസ്റ്റലിൽ അമ്മുവിന്റെ ബാഗിൽ നിന്ന് കിട്ടിയ കുറിപ്പാണ് ഇപ്പോൾ നിർണായകമായ തെളിവായി മാറുന്നത്. ചില കുട്ടികളിൽ നിന്ന് പരിഹാസവും മാനസിക ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നു എന്ന 2 വരി കുറിപ്പാണ് ഇപ്പോൾ കുടുംബം പുറത്തുവിട്ടത്. ഇതോടെ കേസിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ പോലീസ് ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമ്മു സജീവ് വീണു മരിച്ച പത്തനംതിട്ട വെട്ടിപ്പുറത്തെ ഹോസ്റ്റലിലെത്തി പുസ്തകങ്ങളും മറ്റു സാധനങ്ങളും പോലീസ് സാന്നിധ്യത്തിൽ അച്ഛൻ ഏറ്റുവാങ്ങി. ഇതിൽ നിന്നാണ് അമ്മു എഴുതി വെച്ചിരുന്ന ഒരു കുറിപ്പ് കുടുംബത്തിന് കിട്ടിയത്. ഈ കുറിപ്പ് പോലീസിന് എന്തുകൊണ്ട് കണ്ടെത്താനായില്ല എന്ന ചോദ്യവും ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. തുടക്കത്തിൽ അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് തുടർന്ന പോലീസ് അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചെങ്കിലും ആത്മഹത്യ എന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ കണ്ടെത്തൽ. പിന്നീടാണ് സംഭവത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായത്. പത്തനാപുരം കുണ്ടയം സ്വദേശിനി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി സ്വദേശിനി അക്ഷിത, കോട്ടയം അയർക്കുന്ന് സ്വദേശിനി അഞ്ജന മധു എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 14 ദിവസത്തേക്ക് പ്രതികളെ നേരത്തെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് അമ്മുവിന്റെ സഹപാഠികളായ 3 പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റിലായ 3 പ്രതികൾക്കും കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. നവംബർ 15-നാണ് അമ്മു സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം. അതേസമയം ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ സലാമിനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ സീതത്തോട് നഴ്സിംഗ് കോളേജിലേക്കാണ് മാറ്റം. അമ്മു സജീവന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് അറസ്റ്റിലായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ അമ്മു സജീവിന്റെ കുടുംബം മറ്റൊരു പരാതിയും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ടായിരുന്നു. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ സൈക്കാട്രി വിഭാഗം അധ്യാപകൻ സജിക്കെതിരെയായിരുന്നു അമ്മുവിന്റെ പരാതി. ലോഗ് ബുക്ക് കാണാതായെന്ന് പറഞ്ഞ് അമ്മുവിനെ അധ്യാപകൻ സജിയും കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളും ചേർന്ന് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അച്ഛൻ ഇപ്പോൾ തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പ്രതികളായ വിദ്യാർത്ഥികളെ ഒരു വശത്ത്, അമ്മുവിനെ ഒരു വശത്ത് നിർത്തിക്കൊണ്ട് കൗൺസിലിംഗ് എന്ന പേരിൽ കുറ്റവിചാരണ നടത്തുകയായിരുന്നുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. 2 മണിക്കൂറിലധികമാണ് അധ്യാപകനായ സജി അമ്മുവിനെ കുറ്റവിചാരണ ചെയ്തതെന്നും ഇതിനുശേഷമാണ് മനംനൊന്ത് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അമ്മു വീണു മരിച്ചതെന്നാണ് അച്ഛൻ സജീവ് പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും സജീവ് പറഞ്ഞു. ഒരു തവണ പറയുന്ന കാര്യമല്ല പ്രിൻസിപ്പൽ പിന്നീട് പറയുന്നെന്നും പല കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും സജീവ് ആരോപിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന് വീഴ്ച പറ്റിയെന്നും മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിന്റെ ദുരൂഹത നീക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടതായും അച്ഛൻ സജീവ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്.